ഏത് മീനാ കിട്ടിയേ? ഓല. കേക്ക് കട്ട് ചെയ്ത് വെച്ച പോലെ ഉണ്ട്. ശരിയല്ല, അത് ഓഹോ വലുതാണല്ലോ. നാളെ എടുക്കാം. അതിന് ഉപയോഗിക്കുന്ന പുളിയും, അതായത് കൊടംപുളി, പിന്നെ അതിന്റെ പൊടികളും നല്ലതാണെങ്കിൽ മീൻകറി വളരെ നന്നാവും എന്നാണ് എൻ്റെ അഭിപ്രായം. ചട്ടിയിൽ വഴറ്റി കഴിഞ്ഞാൽ അങ്ങനെ ആ പ്രശ്നം ഇല്ലല്ലോ എന്ന്. സിറപ്പ് ഒഴിക്കുമ്പോഴുള്ള ഗുണം. പിന്നെ ഒരു ദോഷമുണ്ട്, കൂടുതൽ വറ്റിച്ച് ഞങ്ങൾ എടുക്കൂല. ഇഷ്ടംപോലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്നാലല്ലേ കുറവുകൾ അറിഞ്ഞ് നികത്തി അതനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മീൻ കിട്ടിയോ? മോദയാണോ എന്നൊരു ഡൗട്ട്. കണ്ടിട്ട് അങ്ങനെ ഒരു ലുക്ക് ഉണ്ട്. വിളമീനല്ലേ ഏതായാലും മോദയാന്ന് എനിക്ക് തോന്നണം. നല്ല കേക്ക് കട്ട് ചെയ്ത് വെച്ച പോലെ ഉണ്ട്. ശരിയാ, ഞാൻ കലത്തിലേക്ക് ഇട്ട് കാണിക്കാം. കലത്തിലേക്ക് ഇടാം. വരാവേ, കല എടുത്തോണ്ട് വരാട്ടോ. അല്ലെങ്കിൽ ഇതിലേക്ക് ഇടാം. എന്നിട്ട് ഞാൻ കലത്തിൽ ഇത് മുഴുവൻ ഒറ്റയടിക്ക് വേവിക്കാൻ എടുക്കും. ഇതിലേ ചെമ്മീനുണ്ടെന്ന് തോന്നുന്നു. ചെമ്മീനുണ്ട്. ദേ ചെമ്മീനുണ്ട്, അതും പിടിച്ചോ. മുഴുത്തതാണോ? മുഴുത്തതാ. ഓഹോ വലുതാണല്ലോ. നാളെ എടുക്കാം അല്ലേ? എന്തെങ്കിലും ഒറ്റയടിക്ക് എടുക്കണ്ടല്ലോ, വലുതാ. ചെമ്മീൻ എങ്ങനെയാ വെക്കണേ തോണോ ഉദ്ദേശിക്കണേ? ചെമ്മീൻ തേങ്ങാക്കൊത്തു. കേമനാവൻ. മീൻ ഇതിലേക്ക് ഇടാം. ദേ കണ്ടോട്ടോ. മുഴുവൻ ഞാൻ എടുക്കണില്ല മോനെ, ഒറ്റയടിക്ക്. ഏത് മീനാ കിട്ടിയേ? ഓല. ഓല. ഓലയോ? അങ്ങനെ ഒരു മീനുണ്ടോ? ഓല കുടിയൻ. പിന്നെ മീനല്ലെങ്കിൽ പിന്നെ ഇപ്പൊ എന്താന്ന് അറിയാൻ മേല. അത് നമുക്കറിയില്ല. അത് മീനല്ലെങ്കിൽ എന്താന്ന് ഞാൻ ചോദിച്ചിരുന്നു, പക്ഷെ അതിന് റിപ്ലൈ തന്നില്ല. ദാറ്റ് മീൻസ് അതില് വലിയ കാര്യമില്ല. അപ്പൊ ഈ ഓലക്കുടിയ 2 ടൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇത് മറ്റേ മോദ പോലെയുള്ളതാ. ഇത്തിരി സോഫ്റ്റും അല്ലേ? പക്ഷെ ഹാർഡ് ടൈപ്പ് വേറെ ഉണ്ട്, അത് നമ്മൾ മേടിക്കാറില്ല. മോദയ്ക്കും ഇതിനും ഒരു വിലയാണ്. അപ്പൊ ദേ ഇതാണ് നമ്മള് മേടിക്കാറുള്ള ഓലക്കുടിയൻ. ഞങ്ങളുടെ ഇവിടെ ഇതിന് പറയണ, ഈ മീനിന് പറയണ പേര് ഓലക്കുടിയൻ മീൻ എന്നാണ് കേട്ടോ. ഞങ്ങൾക്ക് വേറെ ഒന്നും അതിനെപ്പറ്റി അറിയില്ല. വൈറ്റ് ആണെന്നാ അപ്പൊ പറഞ്ഞ ആ മീൻ. ഇത് 2 ടൈപ്പ് ഉണ്ട്. ഇത് വെളുത്തതാണ്. കഴുകിക്കൊണ്ട് വന്നിട്ട് പിടിക്കാം. ഇതാണ് അതിന്റെ പീസ് കേട്ടോ. ഞാനത് ഈ കഷണം പകുതി എടുത്ത് വേവിക്കോളൂ. കാരണം മീൻ വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 ദിവസത്തിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊരു സുഖമില്ല. അതുകൊണ്ട് അത് കഴിയുമ്പോൾ 3 ദിവസം കഴിയുമ്പോൾ ബാലൻസ് എടുക്കും. അങ്ങനെയാ. അതെ ഇത്രയും ഇപ്പൊ വെക്കുള്ളൂ. ആ കഷ്ണങ്ങളില്ലേ ഇച്ചിരൂടെ ഒന്ന് ചെറുതാക്കും ഞാൻ. അപ്പൊ ഇതിന്റെ ഇരട്ടി വലിപ്പം ഇത് പീസുകളാവും. അകത്തേക്ക് പിടിക്കാൻ വേണ്ടിയാട്ടോ അങ്ങനെ ചെറുതാക്കണമെന്ന് ആരും പറഞ്ഞിട്ടല്ല, ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യണമെന്നേ ഉള്ളൂ. എന്ന് വിചാരിച്ച് നിങ്ങളത് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അപ്പം അകത്തേക്ക് അരപ്പ് നന്നായിട്ട് പിടിക്കും. അതിന് വേണ്ടി അപ്പം ഞാൻ നുറുക്കി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. ഓക്കെ, നുറുക്കിയല്ല ചെറുതാക്കി കേട്ടോ. അമ്മയ്ക്കും തിന്നാൻ മേലെ ഇതൊക്കെ. ഇപ്പൊ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു. ഇത്ര എടുത്തോളൂ കേട്ടോ. പകുതി എടുത്തിട്ടുള്ളൂ. പകുതി ഞാൻ കാണിച്ചല്ലോ, പാകിച്ചെടുത്തത് കാണിച്ചു. 1 കിലോ ആണോ എന്ന് അപ്പഴ് ചോദിച്ചാൽ മേടിച്ചു. 1 കിലോ കുറഞ്ഞ് മേടിക്കൂല, 1 കിലോ ആയിരിക്കും. അപ്പുറത്തുണ്ട്. വെളിച്ചെണ്ണ ചീനച്ചട്ടിയിൽ ഒഴിച്ചു ചൂടാവാനായിട്ട് വെളിച്ചെണ്ണ ഇട്ടേക്കണോ. 1 തരി കടുകും 1 തരി ഉലുവ ഇട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണ അല്ല, ഇത് പൊട്ടി വരുമ്പോൾ അറിയാൻ, പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ആ നടപ്പ് വെച്ച് മൂടുക. എന്തിനാണെന്ന് വെച്ചത് മീൻകറി വെക്കാൻ. ഓല കല്ലുപ്പാട്ടോ ഇട്ടേക്കണം അതിലേക്ക്. ഇപ്പം പുളിയുടെ സിറപ്പൊക്കെ ഒഴിക്കാനുണ്ട്, ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വഴറ്റി കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ഓല വേണോ? ഓല. അതെ, ചുമന്നുള്ളിയും വേപ്പിലയും പച്ചമുളകും കൂടെ വഴറ്റാനിട്ടു. സ്വന്തം പച്ചമുളക്, അപ്പയുടെ പച്ചമുളക് കേട്ടോ. അപ്പം ഇത് വഴന്നു വരുമ്പോൾ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ചേർക്കണം. അത് പേസ്റ്റ് ആയതുകൊണ്ടാണ് ഈ കൂടെ വഴറ്റാനിടാത്തത്. നേരെ മറിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കുവാണെങ്കിൽ ചുമന്നുള്ളിയുടെയും പച്ചമുളകിൻ്റെയും കൂടെ തന്നെ ചേർക്കണം കേട്ടോ. അപ്പം അത് അരപ്പ ഇങ്ങനെ പേസ്റ്റ് പോലെ ആക്കി വെച്ചേക്കണതുകൊണ്ട് പെട്ടെന്ന് അത് വഴന്ന് കിട്ടും. അതുകൊണ്ടാണ് അത് ഈ കൂടെ ഒന്നിച്ച് ചേർക്കാത്തത് കേട്ടോ. ഈ കൂടെ മീൻസ് ഒന്നിച്ച് ചേർക്കാത്തത്. ഇനിയിപ്പം നമുക്കത് ചേർക്കേണ്ട സമയമായി. മൂത്ത് തുടങ്ങി ചുമന്നുള്ളി. ദേ ഇഞ്ചി പേസ്റ്റ് ആയതുകൊണ്ട് വേഗം കരിഞ്ഞു. ദേ വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. നടച്ചോട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് ചെയ്യാം. ഇതൊക്കെ മൂത്ത് വരുമ്പോഴുള്ള മണം നല്ല രസം ഇപ്പൊ തന്നെ അല്ലേ മണം.
നല്ല മണം. അപ്പം 2 തരം മുളക് പൊടി, അതായത് എരിവ് മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ സ്വല്പം വെള്ളത്തിൽ ചാലിച്ച് മിക്സ് ചെയ്ത് വെച്ചേക്കണതാണ്. കാരണം വെള്ളത്തിൽ ചാലിച്ചില്ലെങ്കിൽ ഞാൻ പൊടിയായിട്ടിടുമ്പോൾ എപ്പോഴും കരിഞ്ഞു പോകും. കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, കാര്യം ഫ്ലെയിം കുറച്ചിട്ടാലും. പക്ഷേ പലരും അങ്ങനെ ചെയ്യാറുണ്ട്. ഞാനിങ്ങനെ സ്വല്പം വെള്ളത്തിൽ ചാലിച്ചേച്ചാണ് ഇത് ചേർക്കാറ് കേട്ടോ. അപ്പോൾ ഇത് ഇതിലേക്ക് ചേർത്ത് ഇനി നന്നായിട്ട് വഴന്നു വന്നം. അപ്പം 2 മുളക് പൊടിയും ഹോം മെയ്ഡാ കേട്ടോ. വളരെ നല്ല മുളക് പൊടിയാണ്. ഒരുപാട് പേര് മീൻകറി വെക്കുമ്പോൾ കളറ് ഇഷ്ടമാണെന്ന് പറയാറുണ്ട്. അത് കളറ് നന്നായി വന്നത് മുളക് പൊടിയുടെയാണ് കേട്ടോ. അത് പ്രത്യേകം ഞാൻ എടുത്ത് പറയുവാണ്. പിന്നെ ഒരു മീൻ കറി വെക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ മസാലകൾ നന്നായിരുന്നാൽ, പ്രത്യേകിച്ച് അതിന് ഉപയോഗിക്കുന്ന പുളിയും, അതായത് കുടംപുളി, പിന്നെ അതിൻ്റെ പൊടികളും നല്ലതാണെങ്കിൽ മീൻകറി വളരെ നന്നാവും എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മീൻ വെക്കാൻ ഒട്ടും എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളല്ലായിരുന്നു, ഒരിക്കലും അല്ലായിരുന്നു. നിരന്തരമായ പരിശ്രമത്തിലൂടെയാണ് ഞാൻ മീൻ വെപ്പ് നന്നായിട്ട് പഠിച്ചെടുത്തത്. ഇപ്പം തെറ്റില്ലാതെ ഞാൻ മീൻ വെക്കാനുണ്ട്, അത് ഞാൻ പറയാം. അപ്പം അതിൻ്റെ പ്രധാന കാരണം നല്ല പുളിയാണ്. മീനിന് ചേർക്കണ പുളി. 2, നേരത്തെ നല്ല പുളി ചേർത്താലും മീൻകറി ശരിയാവൂല്ലായിരുന്നു. കാരണം പൊടികൾ അത്ര നല്ലതല്ലായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നാളുകളായിട്ട് നമുക്ക് നല്ല പൊടി കിട്ടുന്നത് കൊണ്ട് അതിന്റെ ഗുണമുണ്ട് മീൻ നന്നാവാൻ കേട്ടോ. മായമില്ലാത്ത പൊടി പൊടി ഹോം മെയ്ഡ്. അതെ, ഹോം മെയ്ഡ് വളരെ നല്ല പൊടിയാ. അപ്പൊ നമുക്കിനി ചേർക്കാം. ദേ എണ്ണ തെളിഞ്ഞു. നോക്കട്ടെ, കയ്യിൽ മാറ്റി. കയ്യിൽ അങ്ങനെ മാറ്റാൻ പറ്റില്ല, വേഗം മാറ്റണം, കരിയും. കളർ മാറുന്നുണ്ട്. കരിഞ്ഞ കളർ ചേഞ്ചായി വരും. ഇനി ഞാൻ ചെയ്യണേ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചീനിച്ചട്ടിയിൽ ഒരു സ്വല്പം, അത് അങ്ങോട്ട് കാണിക്കാം, ഒരു സ്വല്പം വെള്ളം ഒഴിക്കും, സാധാരണ വെള്ളം. ഒരു സ്വല്പം പച്ചവെള്ളം ആ ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ചേക്കണത്. ആ ചീനിച്ചട്ടിയിൽ ഒഴിച്ചേക്കണ പച്ചവെള്ളം ഒന്ന് പച്ചച്ചുവ മാറിക്കഴിയുമ്പോൾ ഈ മീനിന്റെ അരപ്പ് മിക്സ് ചെയ്ത് വെച്ചേക്കണയിലേക്ക് നമ്മൾ ചേർക്കും, മീനിന്റെ ചാറിന് വേണ്ടി. അപ്പം ആ ചീനിച്ചട്ടിയിലുള്ള എല്ലാ അംശവും അതിൽ നിന്ന് ഇളകി കിട്ടും, ഈ മസാലകളുടെ. ഇപ്പൊ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ചട്ടിയിൽ വഴറ്റി കഴിഞ്ഞാൽ അങ്ങനെ ആ പ്രശ്നം ഇല്ലല്ലോ എന്ന്. ഞാൻ അതിനൊരു മറുപടിയായിട്ട് തന്നെ തന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും ചട്ടിയിൽ അങ്ങനെ വഴറ്റാൻ എനിക്കൊരു പേടി. എന്നാന്ന് വെച്ചാൽ ചട്ടിയുടെ അടി വിണ്ടം കീറി പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗശൂന്യമായി പോവും. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം എല്ലാവർക്കും അങ്ങനെ വേണമെന്നില്ല കേട്ടോ. ഞാനത് കാരണം വളരെ പേടിച്ചു. അതുകൊണ്ട് വേറെ പാത്രത്തിൽ വഴറ്റിയേച്ചാണ് അരപ്പിങ്ങനെ ചേർക്കണത്. എൻ്റെ കാര്യം പറഞ്ഞതാട്ടോ. ഒത്തിരി പേര് ചട്ടിയിൽ തന്നെ വഴറ്റിയെടുക്കേണ്ടത് നല്ലതുമാണ്, കാരണം എല്ലാ അംശവും അതിലിരുന്നോളൂല്ലോ. അപ്പം അതിനു മുമ്പ് നമുക്ക് പുളിസിറപ്പ് ഒരുക്കി വെച്ചിരിക്കുന്ന പുളിസിറപ്പ് ഇതിനാവശ്യമുള്ളത് മീനിലേക്ക് ചേർക്കുക. അതെ, വെള്ളം അവിടെ ഇരുന്നോട്ടെ, വെള്ളം ഒഴിക്കാം നമുക്ക്. സിറപ്പ് ഒഴിക്കുമ്പോഴുള്ള ഗുണം പിന്നെ ഇരുന്നാലും പുളിക്കില്ല, ഒട്ടും പുളിക്കില്ല. പിന്നെ ഒരു ദോഷമുണ്ട്, രാവിലെ വെച്ചാലേ ഉച്ചത്തേക്ക് അതിലേക്ക് പിടിക്കുള്ളൂ. ഇപ്പൊ തന്നെ സമയം 12:30 ഇനി ഇത് ഓഫ് ചെയ്യുക കേട്ടോ. ഓഫ് ചെയ്ത് വെച്ച് വെള്ളം ഇതിനാവശ്യമുള്ളത് ചേർക്കാം. കാരണം നേരത്തെ വെച്ചാലേ അരപ്പൊക്കെ അതിലേക്ക് പിടിച്ച് എല്ലാം മിക്സായി വരുള്ളൂ. ഉപ്പ് ഇട്ട് വെച്ചിരുന്നത് കൊണ്ടാട്ടോ പിന്നെ ഉപ്പ് ചേർക്കാതിരുന്നത്. അത് ശരിയാ. ഇന്നാള് ഞാൻ തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയപ്പോഴേ പുളി ഒഴിച്ചിട്ട് ഒട്ടും കൂടിയില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ കണ്ടമാനം കൂടുതലായി പോയി. അതായി പിടിച്ചു വന്ന. ഞാൻ വിചാരിച്ച അപ്പൊ തന്നെ അത് കൂടുവന്ന. ഇല്ല, പക്ഷെ ഇച്ചിരി സമയം എടുക്കൂലേ സിറപ്പ് പിടിക്കാനായിട്ട്? കഷ്ണത്തേറ്റ് പിടിക്കാൻ ഇച്ചിരി സമയം എടുക്കും. തക്കാളി ചമ്മന്തി അത് എപ്പോഴും ഉച്ചക്ക് വെച്ചാ വൈകിട്ടത്തേക്ക് നല്ല സൂപ്പർ ആയിരിക്കും, രാവിലെ വെച്ചാ ഉച്ചത്തേക്ക് നല്ല സൂപ്പർ ആയിരിക്കും. ഇതിപ്പോ സമയം മീൻ നമുക്കിവിടെ മാർക്കറ്റില് മീൻ വന്ന സമയം 11 മണിയാണ് രാവിലെ. അപ്പം ആ സമയം നോക്കി അപ്പം പോയി ക്ലീൻ ചെയ്ത്, ഇത് മുഴുവത്തോടെ ഈ മീനൊന്നും നുറുക്ക് മീനുകൾ കാണിക്കാത്തത് എപ്പോഴും ക്ലീൻ ചെയ്ത് നുറുക്കി ഇവിടെ കൊണ്ടുപോകാൻ. അപ്പം ഫുൾ ഫോമിൽ, അതുകൊണ്ടാണ് ഞങ്ങൾ കാണിക്കാത്തത്. നേരെ മറിച്ച് കൊഴുവ, ചാള, മത്തി, അയില, ചാള തന്നെയല്ലേ മത്തി, അങ്ങനെയുള്ള നന്ദൻ, ഇങ്ങനെയുള്ള ചെറു മീനുകളൊന്നും, പരവ, ഇതൊന്നും ക്ലീൻ ചെയ്ത് കിട്ടൂല. അപ്പൊ അതൊക്കെ നമ്മൾ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്തെടുക്കും, ചെമ്മീൻ ഉൾപ്പെടെ അതും ക്ലീൻ ചെയ്തെടുക്കും. അപ്പൊ അത് ചെമ്മീൻ വേണമെങ്കിൽ ശനിയാഴ്ച കിളമ്പി ഒന്ന് പിടിക്കാം. നോക്കട്ടെ കേട്ടോ, ഉപ്പൊന്ന് നോക്കട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. നോക്കട്ടെ, മതി. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ചിലര് അരപ്പ് തിളച്ചിട്ട് അതിലേക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. നമ്മളിത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ ചെയ്യണം. പലരും പല രീതിയിലല്ലേ വെക്കുന്നത്, ഓരോരുത്തരും. അതിനിപ്പോ മുടി വെക്കാം. ഓരോരുത്തരും ഉണ്ടാക്കി സക്സസ് ആയിട്ടുള്ള ഫോർമുല അവര് ചെയ്യണം, ചെയ്യുന്നു, അത്രേ ഉള്ളൂ. മുടുക
ഇത് മീനിൻ്റെ പൊടിയുടെ കേട്ടോ, ഇച്ചിരി വേറെ അഴുക്കൊന്നുമല്ല. ഇനി ഇതൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കട്ടെ കേട്ടോ. പേസ്റ്റുകളെ ഇതേ ഞാനൊന്ന് ചിറ്റിക്കാം. പാകം ചെയ്യാൻ വെച്ചാ പിന്നെ ഇട്ട് ഇളക്കാൻ പാടില്ല. പിന്നെ ഇത് ചിറ്റിക്കും. ഇനി എന്നാ ചെയ്യണേന്ന് അറിയാവോ? എന്റെ രീതിയാ, തിളച്ചു കഴിഞ്ഞാൽ ഞാൻ ഫ്ലെയിം കുറയ്ക്കും. എന്നിട്ട് പതുക്കെ പതുക്കെ അവിടെ ഇരുന്ന് വറ്റി വറ്റി വരും. ലാസ്റ്റ് ഉലുവാപ്പൊടി ചേർക്കൂട്ടോ, അത് കാണിക്കാം. പിന്നെ വേറൊരു പ്രത്യേകത, കൂടുതൽ വറ്റിച്ച് ഞങ്ങൾ എടുക്കൂല. ഇഷ്ടംപോലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ ഇച്ചിരി ചാറ് വേണം. 1 2 ഇതിപ്പോ കുഞ്ഞു പീസുകളാണെങ്കിലും ഇവിടെ മെമ്പേഴ്സ് കുറവായതുകൊണ്ട് 3 ദിവസത്തേക്ക് ഇതിരിക്കും. വ്യാഴം വെള്ളി ശനി ഇതിരിക്കും. കാരണം ഞാൻ പറയാറുണ്ട്, ഞാൻ അടുപ്പിച്ചിപ്പോൾ അങ്ങനെ കഴിക്കാറില്ല എന്ന്. അപ്പം അത് കാരണം ഞാൻ ശരിക്കും മീൻ കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്ന ആള്. അപ്പയ്ക്ക് കുറച്ച് ചാറും കുറച്ച് കുഞ്ഞു കഷ്ണവും ചെറിയ കഷ്ണങ്ങളും ചോദിക്കുള്ളൂ, ചാറ് വേണം ഒഴിക്കാൻ. എനിക്കിതൊന്നും ഇല്ലേലും കുഴപ്പമില്ല. അപ്പം എനിക്ക് മീൻ മസ്റ്റായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഓരോരോ പ്രശ്നങ്ങൾ കാരണം മീൻ കുറച്ചേ കഴിക്കണുള്ളൂ. അത് കാരണം ഇച്ചിരി നേർപ്പിച്ച് ചാറെടുക്കൂട്ടോ. നാളത്തേക്ക് ഇത് കുറച്ചുകൂടെ പറ്റും. അങ്ങനെയാ ഞങ്ങളുടെ രീതി പറഞ്ഞതാട്ടോ. നന്നായിട്ട് വറ്റിച്ചെടുത്ത പിന്നെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പേര് പറയാറുണ്ട്, വെച്ച മീൻ അവര് ആദ്യ ദിവസം വെച്ച് കഴിഞ്ഞ് കുറച്ചെടുത്ത് കോരി കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ ഇങ്ങനെ സൂക്ഷിക്കുന്ന. അത് കലത്തിലെ തീരുമ്പ് എടുക്കാനായിട്ട്. എനിക്ക് എന്നതാണോ വെച്ച മീൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് പിന്നെ ചൂടാക്കി കഴിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ആ പരിപാടി ഞാൻ ചെയ്യാറില്ല. വെച്ച മീൻ എപ്പോഴും കലത്തിൽ വെച്ച് തിളപ്പിക്കുക തന്നെയാണ് ചെയ്യാറ് കേട്ടോ. നമ്മൾ ചെയ്യുന്ന രീതി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങളുടെ രീതികളും ഞങ്ങളോടും പറയുക കേട്ടോ. അത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ല. അപ്പം നമുക്ക് 2 മ്യൂച്വൽ വളരെ സന്തോഷമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് വേണം എപ്പോഴും. ഷെയറിങ് ഈസ് കെയറിങ്. അതെ. അപ്പം എന്നാലല്ലേ കുറവുകൾ അറിഞ്ഞ് നികത്തി അതനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും അങ്ങനെയാണല്ലോ ചെയ്യണത്. അപ്പോൾ ഓക്കെ, സ്വല്പം ഉലുവ വറുത്ത് പിടിച്ചത് നമുക്ക് അതും നമ്മൾ ഇവിടെ വറുത്ത് അത് നമ്മൾ വറുത്ത് പിടിച്ചാട്ടോ. അതൊക്കെ വീടുകളിൽ വറുത്ത് പിടിക്കണമല്ലേ. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ച് ചെയ്യണേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാറ് കൂടുതൽ വറ്റി പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ അടുപ്പിൽ നിന്ന് മാറ്റണം. ഇതിപ്പോൾ ഇച്ചിരി കൂടെ കുറുകാനുണ്ട്, അതുകൊണ്ട് ഈ അടുപ്പിൽ തന്നെ ഇരിക്കുവാണ്. അപ്പം മൺചട്ടിയാണ്, ഗ്യാസിന്റെ ചൂടും കൊണ്ട് കുറച്ചുകൂടെ വറ്റിക്കോളും. ഇതിപ്പോൾ നേരെ മറിച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കണവരാണെങ്കിൽ ആ ബർണറിൽ നിന്ന് മാറ്റി വേറെ ബർണറിലേക്ക് വെക്കണോട്ടോ, അല്ലെങ്കിൽ ഒരുപാട് വറ്റിപ്പോവും. ഇത് ഞാനിപ്പോൾ ഇതൊക്കെ പറയണത് ചെറിയ ചെറിയ ടിപ്പുകളാണ്. ഇത് പുതിയ പിള്ളേർക്ക് വേണ്ടിയാട്ടോ. പഴയ എല്ലാ മനുഷ്യർക്കും അറിയാം. എൻ്റെ പ്രായമുള്ളവരും എന്നിലും പ്രായം കുറഞ്ഞവർക്കും ഒക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കുക. പുതിയ പിള്ളേർ ഒരുപാട് സംശയം ചോദിക്കാറുണ്ട്. പണ്ട് ഓർക്കണ്ടോ, അവരുടെ പേരൊക്കെ മറന്നുപോയി. ലേക്ക് ഷോറിലെ കുറച്ച് പിള്ളേർ നമ്മളോട് സ്റ്റാഫുകൾ അപ്പം എപ്പോഴും അവർ പറയുമായിരുന്നു. ഞാൻ അവരുടെ പേര് വിട്ടുപോയി. എപ്പോഴും പറയുമായിരുന്നു ടിപ്പുകൾ ഭയങ്കര അനുഗ്രഹപ്രദ, തന്നെ കുക്ക് ചെയ്യും അവര്. അപ്പം അവർക്ക് ഒത്തിരി ഗുണകരാന്നും പറഞ്ഞ് എപ്പോഴും ടിപ്പിടുമായിരുന്നു. അപ്പം ശരി, ഓക്കെ ഓക്കെ ഓക്കെ. നല്ല മണം. ചെറിയ കഷ്ണമാണല്ലോ. അല്ല, ഞാൻ ചെറുതാക്കിയതാ. ഞാൻ പറഞ്ഞില്ലേ അരപ്പ് കയറാനാന്ന്. ഇപ്പൊ കഷ്ണങ്ങൾ 2-3 ഇട്ടാ മതി. ഇപ്പൊ ഈ ഉച്ചയ്ക്ക് 12:30 ആയപ്പോഴല്ലേ വെച്ച് വാങ്ങിയത്. ഇപ്പൊ 1:30 ആയി. അതിന്റെ മുകളിൽ വെച്ചോ. ഇവിടെ കഴിച്ചിട്ട് ഓലമീൻ കറി. ചാറ് അതിന്റെ മുകളിലേക്ക് വെച്ചു. ഒരു പീസ് മതിയോ? അപ്പേ ഒരു പീസും കൂടെ ഒന്നടെ ഇടാം. എന്നാന്ന് വെച്ചാൽ ഇത് നല്ല മീനാന്ന് തോന്നുന്നു. കുഞ്ഞു പീസല്ലേ. അതെ. മതിയോ ചാ? അങ്ങനെ നമ്മുടെ ഓലമീൻ കൂട്ടിയാണ് ഇന്ന് ഊണ് കഴിക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ടു പേഴ്സണലി മീൻ കേട്ടോ. കുറച്ച് ഹാർഡായിരുന്നു ഇത്തവണ കിട്ടിയത്. സാധാരണ നമ്മൾ ഓലക്കുടി എന്ന് പറഞ്ഞിട്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് കിട്ടാറുണ്ട് കേട്ടോ. അതാണ് അപ്പയ്ക്കും അമ്മയ്ക്കും കൂടുതൽ ഇഷ്ടം. പക്ഷേ എനിക്ക് ഇത്തിരി ഹാർഡാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ഇത് ഇത്തിരി ഹാർഡായിട്ട് ഫീൽ ചെയ്തായിരുന്നു. അത് വെച്ച് കഴിഞ്ഞാൽ ആ മീൻകറിയൊക്കെ നല്ല സൂപ്പറായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്താണ് ഊണ് കഴിച്ചത്. അപ്പോൾ നിങ്ങളും എല്ലാവരും ഊണ് കഴിക്കട്ടോ. വിശന്നിരിക്കുകയാണോ?